ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കൊണ്ടാഴി 4ാം വാർഡിലെ മികവിന്റെ മിന്നും താരങ്ങളെ അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയവരെയും സ്കോളർഷിപ്പ് നേടിയവരെയും ഉൾപ്പെടെ 28 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കൊണ്ടാഴി DC കോളനി പാറപ്പുറം പകൽ വീടിൽ സംഘടിപ്പിച്ച പ്രൗഢമായ അനുമോദന പരിപാടിയിൽ വാർഡിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 1-2 അനുമോദനങ്ങളൊക്കെ കിട്ടും. അല്ലാത്തവർക്കൊന്നും അനുമോദനം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മാറി വിവിധതരം ക്ലബ്ബുകളായാലും സംഘടനകളായാലും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ ഇതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മെമ്പർമാർ എല്ലാവരും ഇത്തരത്തിൽ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്രാവശ്യം നമുക്ക് റിസൾട്ട് കഴിഞ്ഞപ്പോലെ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന്നൊക്കെ ഇത്തരം പ്രചോദനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ ഏറ്റവും ഭാഗ്യമുള്ള അല്ലെങ്കിൽ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ പഠിത്തത്തിൽ മാത്രമല്ല, നമുക്കറിയാം മറ്റു പല കഴിവുകളുള്ള കുട്ടികളാണ്. എന്നാൽ ആ കഴിവുകളും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും അതുപോലെ നിങ്ങൾക്ക് ആ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയാലും നമുക്കറിയാം അല്ലേ, സ്കൂളിലും നമ്മുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റു പല കഴിവുകളെയും പ്രകടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പല അവസരങ്ങളും വേദികളും നമുക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് നമുക്കറിയാം 10ാം ക്ലാസ്സും +2 ഒക്കെ അല്ലേ. അവിടുന്ന് അങ്ങോട്ടാണ് ഭാവി നമ്മുടെ നിർണ്ണയിക്കപ്പെടുന്നത്. അതുവരെ നമ്മൾ സന്തോഷത്തോടു കൂടെ സ്കൂളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കളിക്കാനും ചിരിക്കാനും കൂട്ടുകൂടാനും സൗഹൃദം പങ്കിടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വാർഡിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൈവരിച്ച ഉജ്ജ്വല നേട്ടം ഏറെ അഭിമാനകരമാണെന്നും ഇവരുടെ തുടർ പഠനത്തിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. 4ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. സത്യഭാമ ആദരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു വർഷക്കാലം നിങ്ങളുടെ പരിശ്രമത്തിന്റെയും ഉറക്കമില്ലായ്മയുടെയും ഫലമാണ് ഈ ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫുൾ A+ കുട്ടികളെ മാത്രമല്ല നമ്മൾ ഇവിടെ ആദരിക്കപ്പെടുന്നത്, വിജയിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയം നിങ്ങൾ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതാണ് ഈ ഒരു പരീക്ഷയുടെ വിജയം. ഈ ലക്ഷ്യം നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം പൂർത്തീകരിക്കണം. അത് പഠിത്തമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെ ലഹരി വിദ്യ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി. പരാജയങ്ങളിൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ, C. അനീഷ്, ADS അംഗങ്ങളായ സരിത രമേശ്, കല്യാണി, ആശാ വർക്കർ രത്ന ശശിധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വളരെ മാർക്ക് കുറവായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയിൽ പാണ്ഡ്യൻ റാങ്ക് കരസ്ഥമാക്കി. A+ വാങ്ങിയവര് വളരെ പുറകോട്ടാണ്. അപ്പോൾ A+ഉം B+ഉം ഒരു മാനദണ്ഡമാക്കരുത്. നമ്മുടെ കഴിവിനെ അളക്കുന്നതൊന്നല്ല, മറിച്ച് അതൊരു അടുത്ത സ്റ്റേജിലേക്ക് പോകുവാനുള്ള മാർക്ക് മാത്രമാക്കി കണക്കാക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം കളിയുടെ ഭാഗമാവരുത്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. പഠനം ജീവിക്കാൻ വേണ്ടിയുള്ള പഠനം ഇനിയാണ്. ഇത്ര കാലം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അപ്പുറത്തെ വീട്ടിൽ പാത്രം കഴിയും, അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോയും, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന് പോയിട്ടൊക്കെ നിങ്ങളെ വളർത്തി വലുതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ല ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും കൂടി വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഉപഹാരങ്ങളിൽ നിന്ന് എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ 10ാം ക്ലാസ്സും SSLCയും അതേപോലെ +2 ഒക്കെ നമ്മുടെ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. ഇനി പുറമേ നിന്ന് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകളും നമ്മളെ പ്രലോഭനങ്ങൾക്കും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട്, ഇനി ആൺകുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സമീപിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ നമ്മൾ പഠിക്കാൻ പോകുന്നു, പഠിച്ച് നല്ല രീതിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയവർക്കും LSS സ്കോളർഷിപ്പ് ജേതാവ് ഉൾപ്പെടെയുള്ള മറ്റ് 28 വിദ്യാർത്ഥികൾക്കുമാണ് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരവ് പ്രകടിപ്പിച്ചത്.